ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഞാൻ കാലൊന്ന് പീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും മുഖമൊക്കെ പീൽ ചെയ്യില്ലേ, അതുപോലെ തന്നെ മാസങ്ങൾ ഓരോ മാസത്തിലെന്ന് ഞാൻ പറയില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് കാലും പീൽ ചെയ്യാം. അപ്പോൾ അത് കമ്പൾസറി ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലൊന്ന് പീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അത് ചെയ്യാൻ കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ആമസോണിൽ ഇങ്ങനെ ഉണ്ട്, കാല് പീൽ ചെയ്യണത് നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കുന്നു. അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആഗ്രഹം. നമ്മളിപ്പോൾ മറ്റുള്ളവർ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലല്ലേ എന്ത് കാര്യങ്ങളൊന്ന് ചെയ്യാൻ ഉമ്മക്കൊന്ന് തോന്നണം. ഇരിക്കാനായിട്ട് അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ചെയ്താൻ വേണ്ടി ആമസോണിൽ നിന്ന് ഞാനും അതുപോലെ ഒന്ന് പേക്ക് വാങ്ങിച്ച് വേണ്ട പീലിംഗ് ഫുഡ് മാസ്ക് അലോവേരയുടെയാണ്, വിത്ത് അലോവേരയുടെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാലൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി തുടച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ, നല്ല ചൂടല്ല, ചെറു ചൂടുവെള്ളത്തിൽ കാല് ഇട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ രീതികളും ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ പീൽ ചെയ്ത് തുടങ്ങും. 2ൻ്റെ അന്ന് തന്നെ പീൽ ചെയ്ത് തുടങ്ങും. ഫസ്റ്റ് ദിവസം അങ്ങനെ ഡ്രൈ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യിക്കുക എങ്ങനെയാണ് ദിവസങ്ങൾ വരുന്നത്. എൻ്റെ കാലിൻ്റെ ഇതൊക്കെ ഞാൻ എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഇത് എന്താവും എന്നറിയില്ല, നോക്കാം. ഇതാ ഈ പാക്കറ്റ് ആണ് ഫുഡ് മാസ്ക്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ, ഞാൻ കാണിച്ചു തന്ന പാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ചെറിയ പാക്കറ്റിൽ ആണ് നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ കവറിലും കൂടിയും കൊടുത്തിട്ടുണ്ട്. അത് വിശദമായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഇതാ ഞാൻ കാലൊക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. 2 സോക്സ് പോലത്തെ സാധനം കിട്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലെയാണ് അത്. കവർ എന്ന് പറഞ്ഞാൽ സോക്സ്, ആ സ്ലിപ്പ് നമ്മൾക്ക് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. കാലിൻ്റെ മുകളിലിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഇത് കണ്ട, ഇത് ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. അത് നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ശേഷം ഇതതുപോലെ ഇട്ട് കൊടുക്കണം, കണ്ടില്ലേ. എന്നിട്ട് സ്ലിപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. നമ്മൾ സോക്സ് ഒരു ഇട്ട പോലെയല്ലേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ നാട്ടിലൊക്കെ ഈ കിളയ്ക്കാൻ വരില്ലേ, മഴക്കാലത്ത് കിളയ്ക്കണ ആൾക്കാരുണ്ടാവില്ലേ, തേവണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർ കാൽമ ഇങ്ങനത്തെ ഒന്നിട്ടിട്ടാണ് വരിക. അപ്പം അതുപോലത്തെ ഒരു സോക്സ് ഇട്ടിട്ട് അവർ 40-60 മിനിറ്റോളം ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 40-60 മിനിറ്റ് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല, വലിയ മാറ്റമൊന്നുമില്ല. കഴുകി കളഞ്ഞ് 60 മിനിറ്റിന് ശേഷം കാല് നന്നായിട്ട് കഴുകി കളഞ്ഞ് ഇപ്പോൾ ഒന്നും തോന്നണില്ല കേട്ടോ. നമ്മളൊരു നല്ല സോഫ്റ്റ് ഉണ്ട് കാലിന്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാലിപ്പോൾ നന്നായിട്ട് ഇത്ര നേരം ഒരു തരം ജെല്ല് അതിൻ്റെ ഉള്ളിൽ അതിലാണ് ഇട്ടിട്ട് കാല് വെച്ചാൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2ാമത്തെ ദിവസം കാല് നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. നല്ല ഡ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നു. കാലിങ്ങനെ പിടിച്ച് വലിക്കില്ലേ, അങ്ങനെ. പിന്നെ ഉള്ളത് 3ാമത്തെ ദിവസം കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുങ്ങനായിട്ട് പോണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2ാമത്തെ വെള്ളത്തിൽ വെക്കണമെന്ന്, വെള്ളത്തിൽ വെച്ചു. അന്ന് വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ 1/2 മണിക്കൂർ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ചെറു ചൂടുവെള്ളത്തിൽ നോക്കി. അപ്പോൾ കാലിൻ്റെ അടിയത്തൊക്കെ നന്നായിട്ട് പീൽ ചെയ്തിട്ട് പോകുന്നുണ്ട്. അത് നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്ന്.
കണ്ടില്ലേ, കാലിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ചളിയൊക്കെ ഉള്ള പോലെ ഇങ്ങനെ റിമൂവായി വരുന്നുണ്ട്. ഇനി ഞാൻ അടുത്തത് 3-ാമത്തെ ദിവസത്തെ കാണിച്ചു തരാം. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ വരെ അർപ്പാവുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കാലിൻ്റെ മുകളിലത്തെ ഇങ്ങനെ ഇത്ര ഇതിലായിട്ട് ക്ലീൻ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്നായിട്ട് പീൽ ചെയ്ത് പോകുന്നുണ്ട് സംഭവം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരുതുമ്പോൾ ഇങ്ങനെ പീര പോലെ ആയിട്ട് വരുന്നത് സംഭവം കാലിൻ്റെ മുകളിൽ നിന്ന്. കണ്ട വേദനയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിപ്പോൾ പിച്ചി പറിക്കുകയും ചെയ്യരുത്. വെള്ളത്തിൽ ഇങ്ങനെ മെല്ലെ തൊടുമ്പോൾ തന്നെ പീര പോലെ വരികയാണ്. കണ്ടില്ലേ, രണ്ട് കാലിനും അതുപോലെ തന്നെയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതിന് 3-ാമത്തെ ദിവസത്തേന് കടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരുന്നത്. കാലിൻ്റെ മേലൊക്കെ ഞെട്ടില്ലേ, അവിടെയൊക്കെ നല്ല സ്കിൻ ഇങ്ങനെ പോയിക്കൊണ്ടേ, ഇങ്ങനെ ഡ്രൈനെസ്സും ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാത്രിയിൽ കാലൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് 4-ാമത്തെ ദിവസം നന്നായിട്ട് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 5-ാമത്തെ ദിവസം കാല് അത്യാവശ്യമൊക്കെ നല്ല പോയി, മേപ്പട്ടിയും പോയി തുടങ്ങി. ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇവിടത്തേക്ക് ഇങ്ങനെ പോവാനുണ്ട്. നല്ല കാണുമ്പോൾ നല്ല ഇങ്ങനെ പോയോടത്ത് തൊട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ഇതാണ് 7-ാമത്തെ ദിവസം. കാരണം നല്ല കാലിങ്ങനെ തൊടുമ്പോണ്ടല്ലോ, ചെറിയ കുഞ്ഞു കുട്ടികളുടെ കാല് തൊടുന്ന പോലത്തെ ഒരു ഫീല്, ഭയങ്കര സോഫ്റ്റ്. നമ്മുടെ മേലത്തെ സ്കിന്നിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ എന്തൊരു കാണാനും നല്ല ഭംഗിയും, കാരണം ഭയങ്കര സോഫ്റ്റ്നെസ്സും കാല്. കണ്ടില്ലേ, ഇത് ലാസ്റ്റ് ദിവസമാണ് ഉള്ളത്. കാലൊക്കെ നല്ല വൃത്തി അടിപൊളിയായിട്ട് നന്നായി ഫീൽ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ സംഭവം.